ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ഗ്രാമത്തിലാണ്. തീർച്ചയായും കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും വയനാടൻ റോഡ് ട്രിപ്പിലേക്ക് സ്വാഗതം. ഇന്നലെ സ്റ്റേ ചെയ്ത റൂം നോൺ എ സി റൂമാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട്. വയനാട് കാലാവസ്ഥ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, തണുപ്പ് തിരക്കില്ലാത്ത സൗകര്യമുള്ള റൂമാണ്. നമ്മളിപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞാനിപ്പോൾ നേരെ മടിക്കേരി ഭാഗത്തേക്കാണ്. ടൂർവേയിൽ നിന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നല്ല സ്വഭാവമാണ് എടുത്ത ആൾക്കാർ. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഞങ്ങളങ്ങനെ ഇന്നലെ രാത്രി നല്ല സ്റ്റേ ഒക്കെ അടിച്ച് ഇവിടുന്ന് ഇപ്പോൾ ബ്രദറിൻ്റെ ബൈവറിന് പോവാണ്. ടൂർ വൈകുന്നല്ലേ? അതെ, ടൂർ വൈകുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നല്ല അടിപൊളി സീനറി ഒക്കെ കണ്ട് വയനാട് കാട്ടിക്കൂടിയുള്ള നല്ലൊരു എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിക്കൂടിയുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ, ഏതായാലും ഓക്കെ. നമ്മളങ്ങനെ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിനോട് ബൈ പറഞ്ഞ് പോകുന്നതാണ്. വണ്ടീൻ്റെ ടയറെല്ലാം ഓക്കെയാണെന്നും കൂടി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യും. ടയറെല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഫോറസ്റ്റ് റൂട്ടിൽ കൂടിയാണ്. അപ്പോൾ ഈ നാടെല്ലാം ബൈക്കായി കഴിഞ്ഞാൽ പെട്ടു. ഒന്നും കൂടി ഫുള്ള് ചെക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 333 കിലോമീറ്റർ ഓടി. ഇന്നലെ മാത്രമാണ് കുറച്ച് കുറവ് ഓടിയത്. ഇനിയിപ്പോൾ ഇന്ന് ഫുള്ള് ഏകദേശം 200 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാനുണ്ട്. അപ്പോൾ റെഡിയല്ലേ? വിടാം. നല്ല കാട്ടിലൂടെ ഇടുങ്ങിയ റോഡ്, നല്ല രസമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. വല്ല മാന അല്ലെങ്കിൽ ആനയോ എന്തെങ്കിലും കണ്ടാലേ. ഫോറസ്റ്റാണ്, നല്ല രസമുണ്ട്. നല്ല ഈ സൈഡെല്ലാം നല്ല പൈൻ മരങ്ങൾ പോലത്തെ മരമെല്ലാം കാണുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് നേരെ വയനാട് ഭൂതാനം പുൽപ്പള്ളി വഴി കുട്ടം, അവിടുന്ന് നേരെ ഇരിപ്പ് വാട്ടർഫാൾസ്, അങ്ങനെയാണ് പ്ലാൻ. പക്ഷെ ഫുഡ് കഴിച്ചിട്ടാണ്. ഇനി എവിടെയെങ്കിലും ഹോട്ടൽ കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. സമയം 11 അതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത സമയത്ത് അവിടുന്ന് നമ്മൾ ബ്രോ പറഞ്ഞിരുന്നു, ഈ വഴി പോകുന്ന സമയത്ത് ഒരു നല്ല സ്വാദിഷ്ടമായ ഇഡ്ഡലി കിട്ടും. ഇഡ്ഡലി അല്ലെങ്കിൽ നെയ്യം. അവസാനം പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാം. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഹോട്ടൽ കണ്ടാൽ അവിടുന്ന് കഴിക്കാന്നുള്ള പ്ലാനിലാണെന്നുള്ളത്. നല്ല റോഡ് കിട്ടാം. വീതി കുറവാണ്, പക്ഷെ നല്ല അടിപൊളി റോഡ്. ആദിവാസികൾ താമസിക്കുന്ന ആൾക്കാർ. ഹോട്ടൽ കിട്ടി. നമുക്ക് നല്ല നാടൻ ഫുഡ് കഴിക്കാം. നല്ല നാടൻ ഫുഡ് കിട്ടി ഗൈസ്. നല്ല നൂൽപുട്ടും ബാജിക്കറിയും പിന്നെ മുട്ടക്കറിയും. സൂപ്പർ ടേസ്റ്റാണ്. പുൽപ്പള്ളിയിലെ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലം നേരത്തെ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഉൾപ്രദേശമായിരിക്കും, പക്ഷെ ഇതൊരു ടൗൺ ആയിരുന്നു ഗൈസ്. പുൽപ്പള്ളി റൈറ്റിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത് കൺവേർഷനാണ്. ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കാനല്ലേ. പുൽപ്പള്ളി Continue for 1 kilometer.
പറയും പോലെ ഫുള്ള് നോക്കിയാലും ഉദ്ദേശിച്ച റോഡ് കിട്ടൂല. ഇഷ്ടംപോലെ ഹോട്ടലെല്ലാം ഉണ്ടായിടാ ടൗണിൽ തന്നെ. പക്ഷെ നമുക്കത് നല്ല ഫുഡ് കിട്ടിയ അല്ല കിട്ടി. ഞമ്മ വിചാരിക്കുന്ന എന്ത് വേറെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല, അങ്ങനെ പറഞ്ഞു. Head northwest on Palpuli Mumbai Koli toward Jekadi Palpuli Road, Marakanaru, Ullapulli Road. ഉദ്ദേശിച്ച റോഡിൽ തന്നെ, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ റോഡാണോ എന്നുള്ളത് ഒന്നും കൂടി കൺഫേം ആക്കണം. അവരോട് പോയി ചോദിക്കാം. ഇതെല്ലാം നമ്മളെ കാസർഗോഡ് ടൗൺ പോലെയുണ്ട്. കർണാടകയിലേക്കാണ് പോകുന്നത്. KSRTC ബസ് പോകുന്നുണ്ട് അടുത്തേക്ക്. മാനന്തവാടി മാനന്തവാടിന്ന് വരുന്നതാണോ പോകുന്നതാണോ? ദാസനക്കര. ദാസനക്കര. മാനന്തവാടി ദാസനക്കര. അതിൻ്റെ മുമ്പിലത്തെ ഉണ്ടെങ്കിലേ നോക്കണം, മുമ്പിലത്തെ ബോർഡ്. ഇതുവരെ വന്നിനൊന്നും അറിയില്ല. ഇതിലെ കുറുവാ ദ്വീപെല്ലാം ഈ ഭാഗത്താണ്. കുറുവാ ദ്വീപ് അത്ര രസമുണ്ട്. അട്ടയിലുള്ള സ്ഥലമാണ് കുറുവാ ദ്വീപ്. പക്ഷെ അവിടെ ലിമിറ്റഡ് എൻട്രിയേ ഉള്ളൂ. ഒരു ദിവസം ഇത്ര ആൾക്ക് രാവിലെ തന്നെ പോയിട്ട് വെയിറ്റ് എല്ലാം കാണും. പക്ഷെ അത്ര വലിയ കാര്യമില്ല. ബസ് ചെയ്ത് നോക്കിയാണെങ്കിൽ മാനന്തവാടി പുനാടി എന്ത് പൂനാടിന്നോ എന്തോ പുനമ്പാടിന്നോ. താമസമുള്ള ഏരിയ ഫോറസ്റ്റ് എന്നുള്ളത്. ഇടക്കിടക്ക് ഫോറസ്റ്റ് എന്നല്ല അയാൾ പറഞ്ഞു. കാടും കാണാം, നാടും കാണാം. നാടും കാണാം, കാടും. എന്ത് ഫീൽ ഉണ്ട് ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ? എന്ത് സ്ഥലത്തിന്റെ പേര്? കുറിച്ചിപ്പറ്റ. അയ്യോ ബ്യൂട്ടിഫുൾ 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 ബ്യൂട്ടിഫുൾ. എന്തൊരു സമാധാനം ഉണ്ടല്ലോ കാണുമ്പോ അല്ലേ. അടിപൊളിയുണ്ട്. മറന്നല്ല അതെല്ലാം മോളല്ലേ പറയാം. മോള് 1X മോളല്ലേ മോളെന്ന് പറയുമ്പോ മറ്റേ ഇതല്ലേ എന്തേനു പറയുന്നത്? തോട്ടിക്കെല്ലാം എന്നല്ലേ. അവിടെ ചെറിയ പാല് നോക്ക്. ജസ്റ്റ് അങ്ങോട്ട് പോയേക്കുന്നത് നമ്മളെ പണ്ടത്തെ നാട്ടിലുണ്ടാവും. അത് നമുക്ക് കയ്യോ പോവാന്. അതെ ഇറങ്ങി നോക്കാം. എന്താ ചെയ്യാത്ത അടങ്ങ് ദൂരാരോ വെച്ച് കൂക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ സെറ്റ്. പണ്ട് നമ്മളെ നാട്ടിലെല്ലാം ഇതേപോലത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഈ ഒരു കാഴ്ചയെല്ലാം ഒന്ന് കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ടല്ലോ. ആ മുളയെല്ലാം നോക്കി, ഇത് ഫുള്ള് മുളയാണ്. ആ ഏരിയയുള്ള ഫുള്ള് മുള. ഒരു വേറെ തന്നെ ഒരു സ്ഥലം അല്ലേ. വീല ഞാൻ ശ്രദ്ധിച്ചോളാം. ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് പശുവിനെ നയിച്ചുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇറങ്ങാൻ നമ്മളൊരാൾക്ക് കുറച്ച്
കുറച്ച് മടിയുണ്ടായിന് ഇറങ്ങിയിട്ടാകുമ്പോൾ ഉഷാറായി. വേണ്ട ചെതൽ പറ്റി അതിൻ്റെ ഉള്ളിൽ പാമ്പെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആയിരിക്കില്ല, അവിടെല്ലാം കുറേ പേരെല്ലാം എവിടെ ഫുള്ള് ഇങ്ങനത്തെ കാഴ്ച തന്നെ കാണിക്കാനുള്ളതുകൊണ്ട് പിന്നെ കുറേ കാണിക്കണ്ടല്ലോ. അല്ലാത്തോ ഈ എത്ര മരം അല്ലേ. ഇവിടെ ഒന്നും മരത്തിന് ക്ഷാമം ഉണ്ടാവും. ഇനിയിപ്പോ നമ്മൾ ഏത് വഴി അറിയാം പോലെ സൊല്ലാട് വഴി അങ്ങനെയാണ്. വൈൽഡ് അനിമൽ ക്രോസിംഗ് ഏരിയ, ഡ്രൈവ് കെയർഫുൾ. ആനച്ചേട്ടന്മാരെ ഒന്ന് വരുമോ ബാത്റൂമിൽ കാണാൻ? ദൂരത്തെ പോകണം, അടുത്തൊന്നും കൂടാ. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലിങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. നമ്മൾ ഏത് റൂട്ട് എന്ന് പറഞ്ഞാൽ കുട്ട ബസ് പോകുന്നുണ്ട്. കുട്ട കാപ്പിത്തോട്ടം ഗൈസ്, കാപ്പിത്തോട്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. ഫുള്ള് കാപ്പിത്തോട്ടമാണ് ഇവിടെ, സൈലൻ്റാണ്. അതിൻ്റെ ഇടയിൽ ആ ഒരു ജീവിൻ്റെ എല്ലാ സൗണ്ടിങ് തന്നെ കേൾക്കുന്നുണ്ട്. നല്ല മരുന്നുണ്ട്. ഭാഗത്ത് പഴം കൊടുത്തിട്ട് തിന്നുന്നുണ്ട്. നീരാക്കി ഫുഡ് കൊടുത്തില്ല ഭാഗത്ത്. ഞാൻ അതതിനെ പേടിപ്പിച്ച മറ്റേ ചൂല് നിൽക്കുന്നുണ്ട്. ചൂളിൽ തോന്നുന്നുണ്ടൊന്ന്. ഗൈസ്, നമ്മളങ്ങനെ കേരളം വിട്ട് കർണാടകയിലേക്ക് എൻ്ററായി, കൊടകിലേക്ക് എൻ്ററായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഫുള്ള് ബോർഡും കാര്യങ്ങളെല്ലാം കന്നഡയിലാണ് അധികം കാണല്. എന്തായാലും നമുക്ക് ഇംഗ്ലീഷിലുള്ള ബോർഡ് നോക്കിയിട്ട് പോവാം. അവിടെ കുറച്ച് നേരത്തെ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവിടെ വീഡിയോ എടുത്തിട്ടില്ല. റോഡും കുറച്ച് മോശമായി. ഇതുവരെ കുറച്ച് നല്ല റോഡുണ്ട്, നല്ല റോഡ് കിട്ടും പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇങ്ങോട്ട് പോകും. എങ്ങോട്ട് പോകും? നമ്മൾ പോകാൻ ഉദ്ദേശിച്ച റോഡ് ഇങ്ങോട്ടാണ്. ഇത് ക്ലോസ് ആണ്. നമ്മളേതായാലും നാവിഗേഷൻ ഇട്ട റൂട്ടിൽ തന്നെ പോകുന്നുണ്ട്. ഏടെ റോഡ് ക്ലോസ് എന്ന് അറിയില്ല, പോയി നോക്കാം. അല്ലാണോ? ഏത് സ്ഥലം? കുട്ട. അവിടെ നല്ലത്. റോഡ് കുറച്ച് മോശമാണ്, കുറച്ച് നല്ല റോഡിൽ ആക്കായിരുന്നു. ഇതുവരെ നല്ല റോഡ് കിട്ടിയിട്ട് തീരെ കഴിഞ്ഞില്ല ഇങ്ങനത്തെ റോഡിൽ. തക്കി വരുന്നുണ്ട്.
താമസമുള്ള ഏരിയയിലും വരാൻ തുടങ്ങി. വൈകി തന്നെയാണ് അതെന്താ അറിയില്ല, അങ്ങനെ പോകുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എവിടെ പോകുന്നത്? നെക്സ്റ്റ് ഊട്ടി. ഇരിപ്പ് വാട്ടർഫാൾസ്. ഊട്ടി ഇരിപ്പ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടം കാണാം. യെസ്. മല നോക്കിയേ, മലനിരപ്പതിനുണ്ട്. Turn right. വെൽത്തോട്ട് തിരിയാൻ പറയുന്നുണ്ട്. തിരിയണോ? ഒരു മെച്ചുണ്ടെങ്കിൽ Take the next right. റേറ്റ് കാണുന്നില്ലല്ലോ. ഇതന്നെ റേറ്റ്. റേറ്റ് ഉള്ള ചെറിയ റേറ്റിന് വരെ അത് റേറ്റ് ആക്കും. അതല്ലേ റേറ്റ്. നേരത്തെ പറഞ്ഞുകൊണ്ടുള്ള റോഡ് ക്ലോസ് എന്ന് വേണമെങ്കിൽ വന്നുകൊണ്ടുള്ള ഇവിടെ തന്നെ തോന്നും. ഇവിടെ ഫുൾ ഇടിഞ്ഞിട്ട് റോഡിലെ പണിയെല്ലാം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു പോയി ജസ്റ്റ്. Sharp right onto Sri Rameshwara Road. എത്ര കിലോമീറ്റർ? 2.9 കിലോമീറ്റർ ഉണ്ട്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡിലേക്ക് തെറ്റിക്കും. മെയിൻ റോഡിൽ നിന്ന് അയാൾ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഇതൊരു സ്വർഗം പോലത്തെ സ്ഥലം എന്നാണ് പറഞ്ഞത്. ഏത്? ഇവിടെ ഇരിപ്പ് വെള്ളച്ചാട്ടം നല്ല ഉണ്ടെന്ന്. കാണേണ്ടത് തന്നെ. അപ്പോൾ ഈ സമയമായതുകൊണ്ട് വെള്ളം ഉണ്ടാവുമെന്ന് അറിയും. അയാൾ ഏത് സമയത്ത് പോകുന്ന നല്ലതെന്ന് പറഞ്ഞാൽ അതല്ല, ഇപ്പം എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ അവിടെ കയറിയിട്ട് പോയിക്കോ. ഫുൾ എസ്റ്റേറ്റ് അല്ലേ, കാപ്പി തോട്ടം. നമ്മുടെ നാട്ടിലെന്താ ഉണ്ടാകും കാപ്പി കൃഷി ചെയ്യത്ത്. ഓട്ടോറിക്ഷൻ്റെ ഡിസൈനിൽ ഭയങ്കര ഉണ്ടല്ലേ, ലൈറ്റെല്ലാം ഭയങ്കര ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഓട്ടോ വരുന്നുണ്ടെങ്കിൽ നോക്കണം. നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇരിപ്പ് വാട്ടർഫാൾസ് എത്തിയിരിക്കുന്നു. Continue straight past the public toilet, then you will arrive at your destination. ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. വെള്ളം കേട്ട എവിടെ? വെള്ളം കേട്ട ഗോഡ്. വെള്ളം ചേട്ട എവിടെയാ? നമ്മളിവിടെ എത്തി, താഴെ എത്തിയിട്ട് ഇവിടുന്ന് കുറേ നടന്ന് പോകാനുണ്ട് വാട്ടർഫാളിലേക്ക്. ഏകദേശം എന്താ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്ന് പോകാനുണ്ട്. നമ്മളിവിടെ എത്തിയിട്ട് എന്തായാലും 1-2 ആൾക്കാരെ കണ്ടപ്പോൾ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് വെറുതെ അത്ര ദൂരം പോയിട്ട് കാണാൻ മാത്രമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ചുറ്റും മലയാണ്. ഇപ്പം അത്ര വലിയ വെള്ളം നാളെ വെള്ളച്ചാട്ടത്തിലില്ല. എന്തായാലും തിരിച്ചു പോകുന്നു. സോറി ഗൈസ്, ഇരിപ്പ് വെള്ളച്ചാട്ടം പോകാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ എൻട്രി ഫീസെല്ലാം ഉണ്ട്. 75 റുപ്യ എൻട്രി ഫീസ് ഉണ്ട്. പിന്നെ 1 കിലോമീറ്റർ ഇവിടെ നിന്ന് നടന്ന് പോകാനുണ്ട്. 225 സ്റ്റെപ്പ് ഉണ്ട്. ഗൈസ്, നമ്മുടെ പറഞ്ഞ പോലെ വന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ട് പോകാനുണ്ട്. 75 റുപ്യ എൻട്രി ഫീസ് ഉണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് വന്ന ഒരാൾ പറഞ്ഞു, നമ്മളെ കേരളത്തിൽ നിന്ന് ഒരു 4-5 പിള്ളേരുണ്ടായിരുന്നു, പറഞ്ഞു അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒന്ന് ഭയങ്കര തിരക്ക്, 2 വലിയ വെള്ളം ഇല്ല, വെള്ളച്ചാട്ടം കുറവ്. അപ്പോൾ ചെറിയ വെള്ളച്ചാട്ടം കുറേ ആൾക്കാരും ആ ഒരു ഭയങ്കര ഹൈപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് മടിക്കേരിക്ക് വിടാം. ഓക്കെ, ഒന്നാമത് ഭയങ്കര വെയിലാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്.
നിർത്താം ഗൈസ്. നോക്കിവിടെ ഒരു മരം ഉണ്ടാവും, ഭയങ്കര വീതിയുള്ള മരം ഉണ്ടാ, ഭയങ്കര വീതിയുണ്ട് കേട്ടോ. അത് അതിൻ്റെ അടുത്തൊരു പൂജക്കുള്ള സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? എന്ത് കണ്ടിയാ കണ്ടിനി ഇത്